നമസ്കാരം, മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കോഴിക്കാർപ്പിന്റെ കുഞ്ഞുങ്ങള്, ഒരുപാട് വെറൈറ്റി കോഴിക്കാർപ്പുകള്, നല്ല ഹാൻഡ് ഫീഡിങ്ങും അതുപോലെ നല്ല ട്രെയിനിങ്ങും ചെയ്ത നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് നമ്മളെ കൂട്ടിലുള്ളത്. നമ്മൾ ഏകദേശം സൈസാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങൾ, ഏകദേശം ഒരു 1000-1500ഓളം കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മളെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെറൈറ്റികളായ കുഞ്ഞുങ്ങൾ, ഇമ്പോർട്ടഡ് കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. അതിന്റെ കുളത്തിലാണ് നമ്മൾ, അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ വെക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫിഷ് പ്രേമികൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചെറിയൊരു ഗിവ് അവേ വെക്കുന്നുണ്ട്. കാരണം വെച്ചാല് നമ്മൾ 4 ജോഡിയെ നമ്മൾ ഗിവ് അവേ വെക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കോഴിക്കാർപ്പിനെ നമ്മളെ ടാങ്കിൽ നിന്ന് തന്നെ നമ്മൾ പിടിച്ച് നല്ല സൈസുള്ള നല്ല ട്രെയിൻ ചെയ്ത സൂപ്പർ കുഞ്ഞുങ്ങളെ. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കമന്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിന്നർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മാതിരി തന്നെ നമ്മൾ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ, നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വേറൊരു ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല അരാപ്പൈമന്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അലിഗേറ്ററിന്റെ കുഞ്ഞുങ്ങളും നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഈ ഒരു സിസ്റ്റം തന്നെയാണ് ചെയ്യേണ്ടത്. കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ടൈപ്പ് ചെയ്ത് കണ്ട് വിടുക. ഏത് ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നുള്ളത് അടിപൊളിയായിട്ട് നിങ്ങൾ പേര് ടൈപ്പ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ഗിവ് അവേ, നമ്മൾ വിന്നറെ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ആവാം, നല്ല ഫിഷ് പ്രേമി ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ കുഞ്ഞ് ഫാമൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മീനുകളൊക്കെ വളർത്തി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മീനുകൾ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കുട്ടികളാണ് മീനിനെ വാങ്ങാൻ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ മാതിരി ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാനുള്ള ഒരു സംവിധാനം നമ്മളെ ഫാമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുത്തി ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. ബൈ. ഇത് കണ്ട ഇങ്ങനെ നമ്മൾ തീറ്റ കൊടുക്കും. ഇതിനൊപ്പം നിന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ ഇവർ നല്ല രീതിയിൽ തീറ്റ എടുക്കും. അങ്ങനെ തീറ്റ എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ഹാൻഡ് ഫീഡിങ് ഒക്കെ ഉണ്ടല്ലോ, അത് എളുപ്പത്തിൽ നമ്മൾ ഏത് ടാങ്കിലും കൊണ്ട് നമുക്ക് ഹാൻഡ് ഫീഡിങ് നല്ല രീതിയിൽ സക്സസ് ആകും. കാരണം വെച്ചാൽ നമ്മൾ ഈ ചെറിയ വെള്ളത്തിൽ നമ്മൾ ഒരുപാട് മീനിനെ ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ തീറ്റ ട്രെയിൻ ചെയ്യുന്നത്. ഒരു മീന് 2 മീനിനെ ഇട്ടുകൊണ്ട് നമുക്ക് തീറ്റ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റൂല. കാരണം വെച്ചാൽ അവർ പേടിക്കും. അപ്പൊ ആരെങ്കിലും ഒരാൾക്ക് നല്ല ധൈര്യം ഉണ്ടാവും. ആ ഒരാൾക്ക് ധൈര്യമുള്ള ആൾക്കാർ വന്നുകൊണ്ട് തീറ്റ എടുക്കുമ്പോൾ ഒപ്പമുള്ളവർ വന്നുകൊണ്ട് ഇങ്ങനെ തീറ്റ എടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധൈര്യകാരം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തീറ്റ ട്രെയിൻ ചെയ്ത് കണ്ട എല്ലാ സൈസുള്ള എല്ലാ വെറൈറ്റികളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. മെറ്റാലിക് ബ്ലൂ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെഡ്, കോഴിക്കാർപ്പ്, ആൽബിനോ, പിന്നെ എല്ലാ സാധനവും നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓർഡറിനനുസരിച്ച് നമ്മൾ സാധനം ഇറക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടഡ് ആട്ടോ. അത് ഈ സാധനങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കണ്ട് നമ്മൾ പിന്നെ സൈസാക്കി കണ്ട് കൊടുക്കണം. സൈസാക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കണ്ട് നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക. നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ ടൈല് കാര്യങ്ങളൊക്കെ ഫംഗസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കുക. കാരണം വെച്ചാൽ ഏത് വെള്ളത്തിലും ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിക്കാണ്ട് നമ്മൾ ഇതാക്കും. കാരണം വെച്ചാൽ പല വെള്ളത്തിലും നമ്മൾ കയറ്റി ഇറക്കിക്കാണ്ട് നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യും. എന്നാലേ നമുക്ക് ഏത് വെള്ളത്തിലും അക്വേറിയത്തിലായാലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയി, അതുപോലെ ടാങ്കിൽ, സ്വിമ്മിംഗ് പൂളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ബോക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി വളർത്തുന്നുണ്ട്. ഫ്രിഡ്ജിന്റെ ബോക്സിലൊക്കെ വളർത്തുമ്പോൾ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ സൈസ് കുറവായിരിക്കും. കാരണം വെച്ചാൽ എപ്പോഴും നല്ല രീതിയിൽ നല്ല ഇതുണ്ടാവും. നമുക്ക് കറക്റ്റ് തീറ്റ, പ്രോട്ടീൻ അടങ്ങിയ തീറ്റ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കണ്ട് നല്ല കുട്ടികളെ നമുക്കിങ്ങനെ ഷോക്ക് ഇടാം. പിന്നെ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് പിന്നെ നല്ല സൈസിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. കോഴിക്കാർപ്പിന് അത്യാവശ്യം നല്ല മാർക്കറ്റ്, ഏത് കാലത്തും നല്ല മാർക്കറ്റിലാണ്. നല്ല ക്വാളിറ്റി, നല്ല ടൈലും നല്ല ഭംഗിയുള്ള സാധനത്തിന് നല്ല മാർക്കറ്റാണ് ഉള്ളത്. നമ്മളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിന് അത്യാവശ്യം നല്ല റേറ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ആൾക്കാർ നമ്മളോട് ചോദിച്ചു വരും. കാരണം അക്വേറിയം ഷോപ്പുകൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ ടാങ്കിലിട്ട് കണ്ട് വളർത്താനും പൂളിലിട്ട് വളർത്താനും കൂടുതൽ വയനാട്ടിലോട്ടാണ് പോയിട്ടുള്ളത്, സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ പോയിട്ടുള്ളത്. നല്ല രീതിയിൽ ഈ പെറ്റ് സർവീസ്, പിന്നെ പെറ്റ് ഷോ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളെത്തുള്ളത് ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ നമ്മളെത്തുള്ളൂ. ഇന്ത്യൻ കാർപ്പ് ആവണേ ഉള്ളൂ, ബ്രീഡിങ് ആവണേ ഉള്ളൂ. അത് 10 രൂപ 5 രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് 30 രൂപ മുതൽ അത് മുകളിലോട്ടുള്ള 30, 40, 50,
60, 70, 120 ആ റേഞ്ചിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെത്തുള്ള. അത്യാവശ്യം നല്ല ടൈലും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇപ്രാവശ്യം ഗ്രോത്ത് ചെയ്തെടുത്തത്. കണ്ടില്ല, നല്ല സൂപ്പർ കുട്ടികളാണ്. നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന കാരണം വെച്ചാൽ ഇവർക്ക് പിന്നെ നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് വളർത്താൻ പറ്റിയ കോഴിക്കാർപ്പാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഈ ഹാൻഡ് ഫീഡിങ് കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഏത് ഫിഷിനും നമ്മൾ വരാലാവട്ടെ, വാഹാവട്ടെ, ചേറാനാവട്ടെ, പിന്നെ അലിഗേറ്റർ ആവട്ടെ, അരാപ്പയം ആവട്ടെ, ഏത് മത്സ്യത്തിനും നമ്മൾ നമ്മളെ രീതിയിൽ ഒപ്പം നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടേ നമ്മൾ കൊടുക്കുള്ളൂ. കാരണം എന്നാൽ പിന്നെ നല്ല സുഖമായിട്ട് ഒരുക്കി എല്ലാവർക്കും വളർത്താൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വെള്ളത്തിലിടുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക, സൂപ്പറായിട്ട് നോക്കുക, അതാണ് വേണ്ടിയിരുന്നത്. നല്ല രീതിയിൽ നമുക്ക് നല്ല ഭംഗിയാണ് ഈ കോഴിക്കറുപ്പനെ കാണാൻ. ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളെ അവൈലബിൾ ആണ്. ഒരുപാട് ഇപ്പോൾ കയറിപ്പോയി. നമ്മളെ അപ്പുറത്തുള്ള ടാങ്കിലും ഉണ്ട് ഒരുപാട്. ഇത് നമുക്ക് കുട്ടികളെ ഇടയിൽ ഇങ്ങനെ കുളിക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് നീന്തി കളിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ടാങ്കാണ്. ഈ ടാങ്കിൽ നമ്മൾ ഏകദേശം ഒരു 300 കുട്ടികളെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവരെ നമുക്ക് വലിയതാക്കാനുള്ളതാണ്. ഏകദേശം ഒരു അടി സൈസ് ആക്കാനുള്ളതാണ്. ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ എല്ലാ കളറുള്ളതിനും സെപ്പറേറ്റ് മാറ്റിക്കാണ്ട് നമ്മൾ ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ്. എല്ലാം നമ്മൾ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ്. അതിലുള്ള കുറച്ച് സൈസ് ഉള്ളതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് കണ്ട് നമ്മളൊപ്പം ഇങ്ങനെ നമുക്ക് പൂളിലോട്ടിട്ട് ഇങ്ങനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ തീറ്റ കൊടുക്കലും ഇതിൽ തന്നെയാണ്, നമ്മൾ നീരാടലും ഇതിൽ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് അല്ലേ ആമിയ? സൂപ്പറല്ലേ? ഇതിലിങ്ങി കുളിക്കണ്ട, ചാടില്ല, മീനെ പിടിക്കണ്ട, പോലെ റെഡി, സെറ്റ് സെറ്റാ. അപ്പൊ അടിപൊളിയായിട്ടില്ല ഇറങ്ങല്ലേ, സെറ്റല്ലേ? ഇതിൽ നീന്തി പോണേ. സൂപ്പർ. തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ നീന്തി കുളിക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, തീറ്റ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിന് നല്ല ഓളം വെട്ടുമ്പോൾ അവർ നല്ല രീതിയിൽ റൊട്ടേഷൻ ചെയ്യാൻ തുടങ്ങും. റൊട്ടേഷൻ ചെയ്യുമ്പോൾ അവർ ആ ഫുഡ് നല്ല രീതിയിൽ അവർ ദേഹത്ത് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. തീറ്റ കൊടുത്തുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറക്കണം. തീറ്റ കൊടുക്കാതെ ഒരിക്കലും പിന്നെ പൂളിലൊക്കെ ഇട്ടുകൊണ്ട് ഇതാക്കണം. തീറ്റ കൊടുത്തുകൊണ്ട് ഇറക്കുമ്പോൾ അവർക്ക് നല്ല നമ്മളൊപ്പം വരാനും അതുപോലെ തന്നെ നമ്മൾ അടുത്തോട്ട് വരാനും ഇടയിൽ കയറി നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ രോമൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണെങ്കിൽ ഇങ്ങനെ കഴിക്കും. ഒപ്പം ഇങ്ങനെ അനങ്ങാതെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കും. നല്ല രസമാണ്, നല്ല കിക്കിലാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫിഷ് ബാത്ത് ചെയ്യൂല, ആ ഒരു സിസ്റ്റമാണ്. ആ ഫിഷല്ല, പക്ഷെ ഇവർ ആ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. പല തരത്തിലുള്ള മത്സ്യക്കുഞ്ഞുങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡ് ചെയ്യാണ്ട്. ഇനി നമ്മുടെ ടാങ്കുകൾ ഈ ഏരിയയിൽ മൊത്തം നമ്മൾ ടാങ്ക് കിട്ടുകയാണ്. അണ്ടർഗ്രൗണ്ട് ടാങ്കുകളാണ്. മുകളിൽ നമ്മൾ വേറെ പ്ലാനിങ്ങുകൾ വരുന്നുണ്ട്. എല്ലാം നമ്മൾ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടികളൊക്കെ ഉഷാറാവുള്ളൂ. എല്ലാ സപ്പോർട്ട് ഉണ്ടാവട്ടെ. വളരെയധികം നന്ദി. ബൈ. കേട്ടാ? ആ